ഈ തലമുറ, ഒരു പുതിയ തലമുറ, ഇവർ വിളമ്പി കൊടുക്കുന്ന വിദ്വേഷം ഭക്ഷിക്കുന്നുണ്ടെന്ന് ഇവർ വിചാരിച്ചു പോയി. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കൊടുക്കുന്ന വിദ്വേഷം ഈ പുതിയ തലമുറ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഈ തലമുറ ആ വിദ്വേഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവരുടേതായ ലോകം വേറെ തന്നെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ സ്നാപ്ചാറ്റ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നു. സ്നാപ്ചാറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അവരെന്തിനാണത് ഉപയോഗിക്കുന്നത്? അവർക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ അമ്മാവന്മാർ, കേശവമാമ്മമാർ വിളമ്പുന്ന ഫാൾസ് ഇൻഫർമേഷൻ, തെറ്റായ വാർത്തകൾ, അതായത് ഫ്രൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊന്നും അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരതുകൊണ്ടാണ് അവർ വാട്സപ്പ് ഉപയോഗിക്കാത്തത്. ഒരുപക്ഷെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ അത് ചിലപ്പോൾ ലൈക്കൊക്കെ ഇടുന്നുണ്ടാവും, പക്ഷെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അവർ വേറെ ലോകത്താണ്, അവർ വേറെ മെസ്സേജിങ് ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്, അവരുടെ സാമൂഹ്യ മാധ്യമം വേറെയാണ്. അവർ ടിക്ടോക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് മോദി നിരോധിച്ചു. ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം മോദി പ്രോത്സാഹിപ്പിച്ചു. മോദി വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ റീൽസ് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളൂ, അവർ രാഷ്ട്രീയമൊന്നും ശ്രദ്ധിക്കാൻ പോകില്ല, അവരവിടെ റീൽസ് കണ്ടുകൊണ്ടിരുന്നു. നിങ്ങൾ നോക്കുക, 2019 മുതൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വളർച്ച ഒരർത്ഥത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്പ്, റീൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ആസ്വദിപ്പിക്കുന്ന ഒരു ആപ്പ് എന്ന നിലയിൽ നിന്ന് ഇന്ന് രാജ്യത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാം മാറിയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റുകളിൽ മുമ്പ് നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരുന്നത്? തമാശ പറയുന്ന റീലുകൾ, ഫാമിലി റീലുകൾ, ഫാമിലി വ്ലോഗുകൾ എന്നൊക്കെയാണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലുള്ള റീലുകളിൽ ബഹുഭൂരിഭാഗവും പൊളിറ്റിക്കൽ കണ്ടന്റാണ്. ഇതാരാണ് കൺസ്യൂം ചെയ്യുന്നത്? നിങ്ങളുടെ മക്കളുടെ പ്രായത്തിലുള്ള യുവതലമുറയാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന വിധം, അവരുടെ മുൻ തലമുറയ്ക്ക് വഴികാട്ടുന്ന വിധം അവർ വഴികാട്ടി കൊടുക്കുക മാത്രമല്ല, അവർ ഈ രാജ്യത്ത് അവരുടെ മാതാപിതാക്കളുടെ തലമുറയിലുണ്ടായിരുന്ന ഭയം എന്ന വികാരത്തെ തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഈ ഭയം ഇല്ലാതായതോടുകൂടി ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നു. ആ ചോദ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രാസിംഗൻ സൂചിപ്പിച്ച E20 പെട്രോൾ അഥവാ എഥനോൾ മിക്സിംഗ് എന്ന് പറയുന്ന പ്രശ്നം. ഇത് എഥനോൾ എന്ന് പറയുന്ന, ഇപ്പോൾ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ BJP ആവട്ടെ, RSS ആവട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ, അമിത്ഷാ ആവട്ടെ, യോഗി ആവട്ടെ, അതിനെ ഷോക്കേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം, നോട്ട് നിരോധിച്ചു. ഇപ്പം നോട്ട് നിരോധനം രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു സംഭവമാണ്, അല്ലേ? എല്ലാവരെയും ബാധിക്കുന്ന സംഭവമാണ്. അന്ന് ബാങ്കിന് മുമ്പിൽ ക്യൂ നിന്നവരിൽ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. പക്ഷേ RSSും BJP അതിനെ ഷോക്കേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ നോട്ട് നിരോധിക്കുന്നത് മറ്റവന്മാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ്. ആർക്ക്? അത് പേര് പറയണ്ട, ആൾക്കറിയാം. അവന്മാർക്ക് പണി കൊടുക്കും. കാരണം കള്ളപ്പണം ഉള്ളതൊക്കെ ഇവന്മാരുടെ കയ്യിലാണ് കള്ളപ്പണം ഉള്ളത്. അപ്പം മോദിജി നോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ സകല ആഫീസും പൂട്ടും, അവന്മാരുടെ എല്ലാ കച്ചവടവും പൂട്ടിപ്പോവും, അവന്മാരുടെ റിയൽ എസ്റ്റേറ്റ് പൂട്ടും, അവന്മാരുടെ കടകൾ പൂട്ടിപ്പോവും എന്ന സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ എൻ്റെ വീടിനപ്പുറത്തുള്ള അവന്മാർക്ക് പണി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു തലമുറ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു. 100 വർഷമായി RSS പ്രവർത്തിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ കഷ്ടതയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതിലവർ വിജയിച്ചിരുന്നു. പക്ഷെ എവിടെയാണ് RSSന് പരാജയപ്പെട്ടത്? ആ ഉണ്ടാക്കിയെടുത്ത തലമുറയുടെ മക്കൾ, അവരുടെ പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരാൻ RSSന് കഴിഞ്ഞില്ല. അവരത് ശ്രദ്ധിച്ചില്ല. അതിൽ വന്ന പാളിച്ച ഒന്നുകൊണ്ട് മാത്രമാണ് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. അതാണ് അവർക്ക് പറ്റിയ പാളിച്ച. ആ പാളിച്ച RSS തിരിച്ചറിഞ്ഞു. RSS ഉടനെ എന്താ ചെയ്യുന്നത്? ജന്തർ മന്ദറിലെ സമരത്തിന് ശേഷം RSS എന്താ ചെയ്യുന്നത്? ജൻസിയോട് ഞങ്ങൾ സംസാരിക്കുന്നു. ആര്? മോഹൻ ഭാഗവത്, RSS ചീഫ് മോഹൻ ഭാഗവത് സംസാരിക്കുകയാണ് ജൻസിയോട്. അതിനർത്ഥം എന്താ? ഇതുവരെ അവർ സംസാരിച്ചിട്ടില്ല. ഇതുവരെ വോട്ടവകാശമുള്ള 18 വയസ്സ് കഴിഞ്ഞ ഈ രാജ്യത്തെ പുതിയ തലമുറ, അതായത് 2002-2000 ശേഷം ജനിച്ച പുതിയ തലമുറയുടെ RSS സംസാരിച്ചിട്ടില്ല. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരിനി തുടങ്ങുകയാണ്. ഇനി ആരോട് സംസാരിക്കണം? ഇനി പുതിയ തലമുറയോട് സംസാരിക്കണം. പുതിയ തലമുറയോട് സംസാരിച്ചു തുടങ്ങണമെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്നത് 2026 ജൂലൈ മാസത്തിലാണ് അവർക്ക് തോന്നി തുടങ്ങുന്നത്. അവിടെയാണ് അവർക്ക് പറ്റിയ പാളിച്ച തിരിച്ചറിയുന്നത്. ഈ പാളിച്ച തിരിച്ചറിയുക എന്ന് മാത്രമല്ല, അതിനിടയിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വശത്ത് വിദ്യാർത്ഥികൾ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ RSS കീഴടക്കിയതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നു, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു, തെരുവിലിറങ്ങുന്നു. യുവാക്കൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം UP നിന്ന് കണ്ട ഒരു ദൃശ്യം, ജെൻ ആൽഫ എന്ന് പറയുന്ന UP സ്കൂൾ വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിദ്യാർത്ഥികളും തങ്ങളുടെ സ്കൂളിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു.
ഇതൊന്നും രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 12 വർഷം, 2014 മുതൽ 26 വരെയുള്ള വർഷം ഇത്തരം ഒരു കാഴ്ചകളും നമ്മൾ കണ്ടിട്ടില്ല. അതായത് പുതിയ തലമുറയിൽ നിന്ന് ഭയമില്ലാതായിരിക്കുന്നു. തങ്ങളെ പോലീസ് എന്തെങ്കിലും ചെയ്യുമോ, ഭരണകൂടം വേട്ടയാടുമോ തുടങ്ങിയ ഭയം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ എഥനോൾ പെട്രോൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഈ സമയത്ത് ഉയർന്നു വരുന്നത്. എഥനോൾ പെട്രോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ എഥനോൾ വിഷയത്തെ അത് അവന്മാർക്ക് പണിയെടുക്കാനുള്ള പദ്ധതിയായിട്ട് അവതരിപ്പിക്കാൻ RSSനും BJPയും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം. അത് പെട്രോളിൽ എഥനോൾ മിക്സ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ പറ്റും. എണ്ണ ഇറക്കുമതി കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇന്ത്യയിൽ നിന്ന് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലേക്ക് പോകുന്ന പൈസ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ എണ്ണ ഉൽപ്പാദനം കുറയുന്നതോടുകൂടി അവന്മാരുടെ രാജ്യത്ത് നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയും. അങ്ങനെ പണി കിട്ടും. അങ്ങനെ പ്രചരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമായിരുന്നു. അത് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായില്ല. അപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലായി, ഇതൊരു റിയൽ ഇഷ്യൂ ആണ്, ശരിയായ പ്രശ്നമാണ്, ഇത് ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇത് ഈ ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ സർക്കാരിന് ഒരു കത്തയച്ചു. ആ കത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 2023 മുതൽ E20 കമ്പാറ്റബിൾ വാഹനങ്ങളാണ് രാജ്യത്ത് പുറത്തിറക്കുന്നത്. അതായത് E20 പെട്രോൾ ഒഴിച്ചാലും കേടാവാത്ത വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ ഇറക്കിയിട്ടും E20 പെട്രോൾ ഒഴിക്കുമ്പോൾ അത് കേടാവുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വാഹന നിർമ്മാതാക്കൾ പരിശോധിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, E20 പെട്രോൾ എന്ന് പറഞ്ഞത് നമ്മുടെ പമ്പുകളിൽ നൽകുന്ന പെട്രോളിൽ ക്ലോറിൻ്റെ അംശം അനുവദനീയമായതിലും 500 മടങ്ങ് വരെയാണ് കാണുന്നത്. അനുവദനീയമായതിലും 500 മടങ്ങ് വരെ ക്ലോറിൻ്റെ അംശം കാണുന്നു. ക്ലോറിൻ്റെ അംശം മാത്രമല്ല, എഥനോൾ ചേർക്കുന്നതോടുകൂടി രാജ്യത്തെ പമ്പുകളുടെ സ്റ്റോറേജ് സംവിധാനത്തിൽ ഇതിൽ ഈർപ്പം കലരാതിരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഈ പെട്രോളുകളിൽ ധാരാളമായി വെള്ളം കാണപ്പെടുന്നു, ഈർപ്പം കാണപ്പെടുന്നു, ഇത് വണ്ടി കേടാക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഗതാഗത മന്ത്രാലയത്തിനും അതുപോലെ പെട്രോളിയം മന്ത്രാലയത്തിനും അവരയച്ചു. തൊട്ടുടനെ തന്നെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും നിതിൻ ഗഡ്കരിയും ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, പെട്രോൾ അടിപൊളിയാണ്, നല്ല പെട്രോളാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം സേഫാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയ ഉടൻ തന്നെ ഇവർ ഈ കത്ത് പിൻവലിച്ചു. പക്ഷേ ഈ കത്ത് പുറത്തായി. അതായത് നമ്മൾക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിൽ ക്ലോറിൻ കലർന്നിട്ടുണ്ട്, നമുക്ക് അടിക്കുന്ന പെട്രോളിൽ അതിൽ ഈർപ്പം കലർന്നിട്ടുണ്ട്, വെള്ളമുണ്ട്, ഇത് നമ്മുടെ വാഹനങ്ങളെ കേടാക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ സത്യമാണ്. നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ച, നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുക, അല്ലെങ്കിൽ എക്സ് നോക്കുക, ട്വിറ്റർ നോക്കുക, പ്രത്യക്ഷത്തിൽ സംഘപരിവാറുകാരനാണ് എന്ന് മനസ്സിലാവുന്ന, BJPക്ക് വോട്ട് ചെയ്യുന്നവരാണെന്ന് മനസ്സിലാവുന്ന ആളുകൾ ഇറങ്ങി വന്ന് നിതിൻ ഗഡ്കരിയെയും ഹർദീപ് സിംഗ് പുരിയെയും നരേന്ദ്രമോദിയെയും തെറി വിളിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതായത് വളരെ റിയലായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ഭരണകൂട വിരുദ്ധത ദൃശ്യമാണ്. അത് ഈ പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളല്ല, മുമ്പ് മോദിക്ക് വോട്ട് ചെയ്തിരുന്ന, മോദിയും അമിത്ഷായും RSSും BJPയും വെച്ച് വിളമ്പുന്ന വിദ്വേഷം കൺസ്യൂം ചെയ്തിരുന്ന അതേ മനുഷ്യർ തെരുവിലിറങ്ങി മോദിയെ ചീത്ത വിളിക്കുന്നു, നിതിൻ ഗഡ്കരിയെ ചീത്ത വിളിക്കുന്നു, അമിത്ഷായെ ചീത്ത വിളിക്കുന്നു, യോഗി ആദിത്യനാഥിനെ ചീത്ത വിളിക്കുന്നു. ഇത് മാത്രമാണോ പ്രശ്നം? യഥാർത്ഥത്തിൽ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഭരണകൂട വിരുദ്ധത ഇന്ന് ഇന്ത്യയിൽ ദൃശ്യമാവുന്ന ഇതിലൊന്നുമല്ല, അത് അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയിലാണ്. അതേക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നില്ല. നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ശബരിമലയിലെ യഥാർത്ഥ ഭക്തന്മാർ അതേക്കുറിച്ച് സൈലൻ്റ് ആയിരുന്നു, അവരതിനെക്കുറിച്ച് വോക്കലായിരുന്നില്ല, അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു, ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമല്ലേ, ഈ ഭക്തന്മാരുടെ മനസ്സിൽ വിഷമമില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അതല്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റ് ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ ഈ അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ള കാരണമായിട്ടുണ്ട്. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിനപ്പുറം മറ്റു ചില വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് BJP താൽക്കാലികമായി രക്ഷപ്പെടാമെങ്കിലും UP ഇലക്ഷൻ വരാൻ പോവുകയാണ് 2027 ഫെബ്രുവരിയിൽ. ആ ഇലക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായി അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള മാറുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അഖിലേഷ് യാദവ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ശ്രീരാമനെ, ഒരു കറുത്ത സാധനം, ശ്രീകൃഷ്ണനെയാണ് നമ്മൾ കറുത്ത് കണ്ടിട്ടുള്ളത്, കറുത്ത ദേഹമുള്ള ഒരു ശ്രീരാമനെയും തൊട്ട് ചുവന്ന ദേഹമുള്ള ഒരു ഹനുമാനെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. അദ്ദേഹം അതിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭരണകൂട വിരുദ്ധതയുടെ കൊടുങ്കാറ്റ് ഇന്ത്യൻ വോട്ടർമാരിലേക്ക് ആവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് മെല്ലെ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പുറത്തേക്ക് വരാൻ കാരണമായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജന്തർ മന്ദറിലെ സമരക്കാർ രാജ്യത്തെ ഭയത്തിൻ്റെ മൂടുപടം എടുത്ത് മാറ്റിയതാണ്. ആ ഭയത്തിൻ്റെ മൂടുപടം എടുത്ത് മാറ്റിയതോടെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച, ഭരണകൂടം പൗരന്മാരെ ഭയക്കുകയും
പ്രധാനമന്ത്രി, ഭരണാധികാരി പൗരന്മാരെ ഭയക്കുകയും ജനങ്ങൾ കുറെ കൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മലയാളികളെ സംബന്ധിച്ച്, കേരളീയരായ വോട്ടർമാരെ സംബന്ധിച്ച് ഇതിലിപ്പോൾ എന്താണ് പുതുമ? ഇതിപ്പോൾ ഉത്തരേന്ത്യക്കാർ കൊണ്ടുവന്ന മോദി, ഉത്തരേന്ത്യക്കാർ കൊണ്ടുവന്ന RSS, ഉത്തരേന്ത്യക്കാർ കൊണ്ടുവന്ന BJP, ഇതിൽ നമുക്ക് റോളൊന്നുമില്ലല്ലോ. മലയാളികൾ നമ്മൾ ഈ തെറ്റൊന്നും ചെയ്തില്ല, നമ്മൾ BJP തിരഞ്ഞെടുത്തില്ലല്ലോ, അവന്മാരല്ലേ ചെയ്തത്, അവർ താഴെ ഇറക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കൈയിഴിക്കാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഭയം നീങ്ങിയിരിക്കുന്നു. അത് കേരളത്തിൽ നീങ്ങേണ്ടതുണ്ട്. നമ്മൾ ഈ ഭരണകൂടത്തെ ഏറ്റവും കുറച്ച് ഭയക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇത് എന്നുള്ളത് നമ്മൾ മലയാളികളായ വോട്ടർമാർ കൂടി മനസ്സിലാക്കണം. ആ ഭയം പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും നമ്മളെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനോ ഏതെങ്കിലും കാര്യം നമ്മളിൽ അടിച്ചേൽപ്പിക്കാനോ, പല കാര്യങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പല രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. അത് PMAY പദ്ധതിയുടെ ഒരു എംബ്ലം നിങ്ങളുടെ വീടിന് മുമ്പിൽ അടിച്ചാലേ നിങ്ങൾക്ക് ഫണ്ട് തരൂ എന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതങ്ങ് കയ്യിൽ വച്ചാൽ മതി എന്ന് പറയാൻ ബഹുമാനായ KM ഷാജി സാഹിബിന് കഴിയണം. അങ്ങനെ പറയാതിരിക്കാൻ മാത്രം ഒരു അധികാരരൂപിയായ ഒരു കേന്ദ്ര ഭരണകൂടമല്ല കേന്ദ്രത്തിലിരിക്കുന്നത്. അവരോട് പറയണം, ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങളുടെ ഗുണഭോക്താക്കളുടെ അന്തസ്സ് കെടുത്തുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ധൈര്യം നമ്മുടെ ഭരണകൂടത്തിനും ഉണ്ടാവണം. കാരണം ഇപ്പോൾ നമ്മൾ അവരെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. അവരേറ്റവും ദുർബലരായിട്ടുള്ള, കേന്ദ്ര ഭരണകൂടം ഏറ്റവും ചകിതരായിട്ടുള്ള, നെർവസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സർക്കാർ മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. ജന്തർ മന്ദറിലെ യുവാക്കൾ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന അതേ ആർജവത്തോടെ, അതേ നിർഭയത്വത്തോടെ ഈ കേന്ദ്ര സർക്കാരിനെ ഫെഡറൽ അവകാശങ്ങളുടെ മേൽ ചോദ്യം ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനാവണം. അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ, ഞാൻ പറയുന്നു മലയാളികളായ ജനങ്ങൾ, ഫാഷിസ്റ്റ് വിരുദ്ധരായ ജനങ്ങൾ, സെക്യുലറായ ജനങ്ങൾ, മതേതരരായ ജനങ്ങൾ, ജനാധിപത്യവാദികളായ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പം നിൽക്കും. അതേസമയം നിങ്ങളിപ്പോൾ ഭയക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ സമയത്ത് ഭയക്കുന്നുവെങ്കിൽ, മുമ്പ് നമുക്ക് ഭയമുണ്ടായിരുന്നു, നമുക്ക് ധൈര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഈ സമയത്ത് നമ്മൾ ഭയക്കുന്നുവെങ്കിൽ ഒരു കാലത്തും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നിവർന്ന് നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനോ കഴിയില്ല എന്ന കാര്യം കൂടി വളരെ വിനയപുരസ്സരം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.